ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നത് നമുക്ക് താടി എങ്ങനെ വരച്ചെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ള കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു അത് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തെടുക്കുക, പെൻസിൽ നല്ല മോനയാക്കി എടുക്കുക. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ താടിയാണെങ്കിലും അതെ, നമ്മൾ മുടി വരയ്ക്കുമ്പോഴാണെങ്കിലും അതെ, കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്ത് തന്നെ ഉപയോഗിക്കാം എപ്പോഴും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് താടിയുടെ. അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, താടി മീശ ആ ഒരു ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ നിങ്ങൾ 8B or 10B ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ താടി മുടിയൊക്കെ വരയ്ക്കുമ്പോൾ മാക്സിമം ഡാർക്കുള്ള പെൻസിൽ, ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഉപയോഗിക്കുന്ന 4B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിന് പുറത്തുകൂടെ മാത്രമേ ഞാൻ 8B പെൻസിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ 8B വരച്ച് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ലൈൻസ് ഇടാൻ കുറച്ചുകൂടെ നൈസായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് 4B ഉപയോഗിക്കുന്നത്. നിങ്ങൾ വരച്ച് പഠിക്കുന്നവരാകുമ്പോഴും ജസ്റ്റ് അതായത് കുറഞ്ഞ ഗ്രേഡിൽ നിന്ന്, അതായത് 2B 4B ഒക്കെ വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ പിന്നെ 8B ഒക്കെ ഉപയോഗിച്ച് വരച്ചാൽ മതി. ആദ്യം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇച്ചിരി തെളിച്ച് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് വരയ്ക്കുമ്പം ഈ ഒരു രീതിയിൽ വരച്ചെടുത്താൽ മതി. ഓരോ ലൈൻസായിട്ട് നമ്മൾ വരച്ച് തുടങ്ങുന്ന മുകളിൽ നിന്നായിരിക്കണം എപ്പോഴും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല രോമം വരുന്നതിൻ്റെ ഒരു രീതി കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കുമ്പം, അതായത് നമുക്ക് കാണുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ലൈൻസായിട്ട് നല്ല സമയം എടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ മുടി വരയ്ക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ഓരോ ലൈൻസായിട്ട് വരച്ച് നല്ല സമയം എടുത്ത് തന്നെ ചെയ്യണം. എങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ഇത് വരച്ചെടുക്കാൻ വലിയ പാടൊന്നുള്ള കേസൊന്നുമല്ല. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലെത്തി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം മീശയുടെ ആ ഭാഗങ്ങൾ കുറച്ച് ചെയ്തിട്ട് പിന്നെ താടി നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വരയ്ക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് നമ്മൾ വരച്ച് താഴേക്ക് ഇങ്ങനെ വരച്ച് തുടങ്ങണം. അതിനുശേഷം മുകൾ ഭാഗത്ത് ഒരുപാട് ഡാർക്ക്നെസ് കൊടുക്കാതെ താഴെ ഭാഗം കൊണ്ട്, അതായത് ഇപ്പോൾ മീശ വരയ്ക്കുകയാണെങ്കിൽ മീശയുടെ താഴെ ഭാഗം കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കുക. അതുപോലെ താടി വരയ്ക്കുകയാണെങ്കിലും ഏറ്റവും താഴത്തെ ഭാഗം കൊണ്ട് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കുക. മുകളിൽ ആ രോമം വരുന്ന ആ ഒരു ഇത് അതുപോലെ തന്നെ നമുക്ക് തെളിഞ്ഞ് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി താടിയുടെ ഭാഗം വരച്ചു തുടങ്ങാം. അപ്പോൾ അത് ഞാൻ മീശയുടെ ഭാഗം നമ്മൾ വരച്ചു തുടങ്ങാൻ ജസ്റ്റ് പുറമേ ഉള്ളൊരു ചെറിയ ഔട്ട്ലൈൻ തെളിച്ച് വരച്ചിട്ട് ബാക്കി ഉള്ളിലേക്കുള്ളത് നമ്മൾ ഓരോ ലൈൻസായിട്ട് നമ്മൾ മീശ വരച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ കുറച്ചൊരു താഴേക്ക് നീട്ടി വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടി വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, എങ്ങനെ വരയ്ക്കുന്ന രീതിയൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക്. ഇപ്പോൾ താടി വരയ്ക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ആ മോൾ ഭാഗം കൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ മീശ വരച്ചപ്പോൾ മോൾ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് രോമം വരുന്ന ഇത് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്യണം അവിടെ. അപ്പോൾ അവിടെ ഒരുപാട് ഡാർക്ക്നെസ് കൊടുക്കുകയും വേണ്ട, നമുക്ക് താഴേക്ക് വരുന്നതനുസരിച്ച് ഡാർക്ക്നെസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പെൻസിൽ മാറ്റി ഉപയോഗിക്കാം. 8B 10B ഒക്കെ നല്ല ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഉപയോഗിക്കാം. താടിയുടെ ഒരു സൈഡ് കൊണ്ട് നമ്മൾ ഒരു ഫേസിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം കാണുന്നൊരു ഇതാണ് ഞാൻ വരയ്ക്കുന്നത്.
എങ്ങനെയാണെങ്കിൽ നമ്മൾ ഫേസിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ രീതി തന്നെയാണ് വരയ്ക്കുന്നത്. ഏത് ആംഗിളിൽ നോക്കുവാണെങ്കിലും നമ്മൾ താടി വരയ്ക്കുന്ന മെത്തേഡ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ലൈൻസായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ഈസി മെത്തേഡ്സ് ഉണ്ടാകും. ഇപ്പം വേറെ രീതിയിലൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പം എങ്ങനെയാലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷിലേക്ക് നമുക്ക് അതിന് പകരം കോട്ടൺ ബഡ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഒരുപാട് ലെങ്തി ഒന്നും ആക്കത്തില്ല ഞാൻ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വരയ്ക്കാനൊക്കെ കുറച്ചുകൂടെ ഈസിയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.